ഹായ് ഫ്രണ്ട്സ്, പാപ്പയാണ്. അപ്പം നമ്മൾ ഇന്ന് വണ്ടിയിലാണ് വന്നിരിക്കുന്നത് അല്ല, ഇന്ന് വണ്ടി വന്നപ്പോൾ നമ്മളിത് ഈ ചവറന്ന് നോക്കാനായിട്ട് നമ്മുടെ ഈ ചവറിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക കേട്ടോ. എന്തെങ്കിലും അനങ്ങുന്നുണ്ടോ. അപ്പം നമ്മളെ ചെറുക്കാനൻ അക്കരെ നിൽപ്പുണ്ട്. ഇപ്പം പിന്നെ അവിടെയായിട്ടൊരു വരാല് ഇപ്പം അടിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ ഒന്ന് മീൻ എടുത്തുകൊണ്ടിരുന്ന നമ്മുടെ മുതലാളിയാകട്ടെ, നമ്മളെ ചൊറിയാൻ ചെറിയാനെ ചൂണ്ടിട്ട് അങ്ങനെ ഉണ്ട്. കിട്ടുന്നുണ്ട്, എല്ലാം നല്ലതല്ലേ. 5-6 ചെമ്പല്ലിയൊക്കെ കിട്ടും. ഇപ്പം എന്നാത്തിന് പോവാ ചെറിയാൻ? മീനെടുക്കാത്ത എന്താ? പണിയൊന്നും ഇല്ലടോ. ഞാൻ ഇവിടെ മീൻ കച്ചവടം നിർത്തിയ തന്നെ. ഞങ്ങളുടെ കുടുംബം എല്ലാം പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ആണ് നമ്മൾ മീൻ കൊടുത്തോണ്ടിരുന്ന ചെറിയാനൊക്കെ കൊടുത്തോണ്ടിരുന്ന കേട്ടോ. മീൻ പരിപാടി തുടങ്ങണം, കൊച്ചൊന്ന് പഠിച്ചിറങ്ങട്ടെന്ന് ഓർത്താൽ. അതുതന്നെ എൻ്റെ കടയൊക്കെ നിർത്തണം, റോഡിൻ്റെ പരിപാടിയൊക്കെ തീരട്ടെന്ന് ഓർത്താൽ. ഞാനത് മീൻ പിടിക്കുന്ന കാണാൻ വേണ്ടിയാ ഞാൻ. ഇറച്ചി മീനും കോഴി എല്ലാം കൂടെ തുടങ്ങാൻ വേണ്ടി. നമ്മളെ വലയല്ല ഇപ്പം അവിടെ കുത്തിയേട്ടാ. നമ്മൾ വല കുത്തിയതിൻ്റെ അകത്താണ് നമ്മളെ ചെറിയ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു കാര്യം ഒരു ചെമ്പല്ലി, ഒരു ചെമ്പല്ലി അവിടുന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ, നമ്മളിപ്പോൾ ഇവിടെ വല കുത്തി. ഇനിയിപ്പോൾ നമ്മൾ ആ വാഴയുടെ ആ ഭാഗത്തായിട്ടാണ് നമ്മളെ ഈ വല നമുക്ക് വെച്ചത്. ഈ വല വെച്ചിട്ടുണ്ട്. അറിയാമല്ലോ, ചൊറിയാന്നുള്ള പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ. നമ്മളെ ഇപ്പോൾ ഒരു പോർഷൻ പണി നമ്മുടെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഒരു പോർഷൻ പണി എന്ന് പറഞ്ഞാൽ വേണ്ട, അങ്ങ് ആ പാചകം അവിടെയായിരുന്നു. നമ്മൾ വല വട്ടം കൊടുത്ത അവിടുത്തെ ചവറെല്ലാം ഒന്ന് തെളിച്ചിട്ട് നമ്മൾ വലയപ്പൻ്റെ ഇങ്ങനെ കുത്തിയിരിക്കുക കേട്ടോ. വല നമ്മളിത് ഇങ്ങോട്ട് വെച്ച്. അപ്പോൾ ഇപ്പം സൈഡൊക്കെ അടിച്ച് തെളിച്ചിരിക്കുക. ചേറുമീനാ വരാരാ കണ്ട് നിന്ന് തടം ഓടിക്കുന്നതിനൊക്കെ ഉള്ള ഇതുണ്ട്. തെളിഞ്ഞ് കിടക്കും. ഈ എന്തോ പറയുന്നത്, ഈ ഒരുപാട് അഴുക്ക് ചെളിയല്ല, ഈ ചെളി തന്നെയാണെന്ന് പറഞ്ഞാലും മീൻ നിന്നിങ്ങനെ അടിച്ചടിച്ചടിച്ച് നിന്ന് സിമെൻറ്റ് തറ കണക്കായി ആ സൈഡെല്ലാം. പിന്നെ ഇവിടെ ചൂണ്ടക്കാരുണ്ട്. ഈ ചൂണ്ടക്കാർ വന്നേച്ചാൽ ഡെയിലി 5-6 ചെറുമീൻ വീതം പിടിച്ചോണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തോ പറയുന്നത്, ചൂണ്ടക്കാർ വന്ന് ഇതൊക്കെ ഒരു ചവറിൻ്റെ അകത്ത് വന്ന് ഒരു 2-3 ദിവസം അടുപ്പിച്ചിട്ട് കഴിയുമ്പം ഈ ചവറില വരാലൈറ്റം കംപ്ലീറ്റ് തീരും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഒരു ഒതുക്കുന്നത് ഈ നേരെയായിരിക്കും ഒതുക്കുന്നത്. ഈ നേരെ ഒതുക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ആ വലയിലേക്ക് ഒന്ന് മുട്ടും. ഒന്നും കണ്ടില്ല. പിന്നെ ഒന്നൂറ്റം കാര്യമാണെങ്കിലും താന്നു പോകണം. മറ്റേ കടകലിൻ്റെ കുണ്ടൻ കിടപ്പുണ്ട്, കുണ്ടൻ. നമ്മുടെ കയ്യെ മുട്ടിയാൽ നമ്മൾ പിടിക്കും, പക്ഷെ കയ്യാണ് നമ്മുടെ മുട്ട് നമ്മൾ ഉള്ളും പോലെ ഇല്ലായിരിക്കുന്നു. ഇപ്പം അവിടുന്ന് നമ്മളിങ്ങനെ കുറേശ്ശെ പണിത് വരാൻ നേരത്ത് അവിടുത്തെ മീനൊക്കെ ഇങ്ങോട്ട് മാറി വരും. ഇപ്പം നമ്മൾ അവിടെ പണിതപ്പോൾ ഈ ചവറിലേക്ക് മാറി. ഇനിയിപ്പോൾ ഈ ചവറ് നമ്മൾ ആനക്കി ഒന്ന് തപ്പിയൊക്കെ റെഡിയാക്കാൻ നേരത്ത്, ഇവിടം തെളിക്കാൻ നേരത്ത് നമ്മൾ ഇവിടുത്തെ മീൻ ഇങ്ങോട്ട് മാറും. അങ്ങനെ ഓരോ പോർഷനായിട്ടാണ് നമ്മൾ മാറ്റിയാണ് നമ്മൾ ഒതുക്കുവലയുടെ പരിപാടി എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ ആ വലയ്ക്കകത്ത് കൊണ്ട് കയറ്റും. ആ വലയ്ക്കകത്താണ് നമ്മളെ മീൻ കിട്ടുന്നത് കേട്ടോ. ഇത് തടവല്ലേ ഇങ്ങനെ വെച്ചിരിക്കും. നമ്മുടെ ചെറിയ നമുക്ക് കടിഞ്ചായൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ചൂണ്ടിട്ട് തന്നെ കിട്ടിയ ചെമ്പല്ലി ഒരു കാര്യം, അതേ ഉള്ളു. പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല. എൻ്റെ ആവശ്യമുള്ളല്ലോ. ഞങ്ങളുടെ പഴയ മുതലാളിയാ. പഴയ മുതലാളിയാ. നമ്മുടെ എന്തോ നമ്മുടെ പുറത്ത് പോയിട്ട് വരാൻ നേരത്തെ ഇവയൊക്കെ മീൻ എടുത്തോണ്ട് സമയത്ത് അല്ലേ, നിങ്ങൾ മീനൊന്നും ഇഷ്ടം പോലെ മീനില്ല, ഇഷ്ടം പോലെ മീനുണ്ട്. അപ്പം
ഇവരാരും നമ്മുടെ മീൻ എടുത്തുണ്ട്. ഇവരും ബഷീറിക്ക് പുന്നപ്പുറയിലെ ബഷീർ പിന്നെ 10-15 രൂപയുടെ മീനൊക്കെ പുന്നപ്പുറയിലെ ബഷീറിക്ക കേട്ടാ നമ്മുടെ ഒറിജിനൽ മുതലാളി. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് മുതലാളി. ഏത് പുന്നപ്പുറ മുതലാളി എടുത്താലും ഞാൻ വിൽക്കണം, കാശാകണം. അത് ഞാൻ വിൽക്കണം, ഞാൻ വിറ്റാലേ കാശാകുന്നുണ്ട്. അത് ശരിയാ. ഇതുവരെ ഒന്നും കയ്യെ പോലും മുട്ടിയിട്ടില്ല. ചിപ്സും ഇല്ലടോ, അത് അവളുമാര് ചിപ്സും പൊട്ടച്ചു ഞാനെന്നപ്പോഴത്തേക്ക് ആ ലേസ് ലേസ് മേടിച്ചിട്ട് വന്ന ലേസ്, മറ്റേ വലിയ പാക്കറ്റ്. ഞാൻ പിന്നെ ലേസ് ലേസല്ല, ഞാൻ പറഞ്ഞതിന്റെ ഒന്നും ലേസ് ഈ മധുരം ഒന്നും. ലേസിന്റെ രൂപ നമുക്ക് ഇഷ്ടമല്ല. ഞാൻ ലിക്കറും ടച്ചിങ്ങിന് എടുക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ ഒന്നും ചെറിയാൻ പറഞ്ഞു. ഇയാള് ടച്ചിങ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തൊന്നുമില്ല. ഞാൻ ഇതേ കണക്ക് തന്നെ ഇടത്തുള്ളൂ. നമ്മളിനിയിപ്പോ ഇറങ്ങാൻ പോവാ കേട്ടോ. എടാ നിന്റെ പേരെന്തോടാ? ജോൺസൺ. അവൻ നമ്മളെ സബ്സ്ക്രൈബറാ കേട്ടോ. നമ്മള് സബ്സ്ക്രൈബറാണ്. നമ്മളെ അപ്പമില്ല അങ്ങോട്ടങ്ങ് ഇറങ്ങി. ഇനിയിപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോവുക. നമ്മുടെ ഇപ്പം ഒരു പോർഷൻ പണിയൊക്കെ കഴിഞ്ഞാട്ടോ. നമ്മളിൽ അവിടം പണിത് നമ്മളിത് ഇങ്ങോട്ട് വെച്ച്. ഇനിയിപ്പോൾ നമ്മളിത് നമ്മുടെ തടവല, ഈ തടവല നമ്മളില്ല അങ്ങോട്ട് വെച്ചിരിക്കുക. ആ നേരെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഉള്ളുമ്പല നമുക്ക് അങ്ങോട്ട് കറക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കണ്ടത് ഇവിടെ ഞാൻ ഒരു ചെമ്പല്ലി ഇട്ടായിരുന്നു. അപ്പം ചെമ്പല്ലി നിരച്ച് പോയാന്നറിയാൻ പറ്റും. ചെമ്പല്ലി വലയിലുടക്കി ഇങ്ങോട്ട് പോകും. എടുത്ത് ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ ഇത് ചേർമീൻ പടപ്പാട്ട്. ചേർമീൻ പടപ്പ് ഇതിൻ്റെ ഉള്ളും മലയാണ് അതേ ഇരിക്കുന്നത് കേട്ടോ. നമുക്കിതിൽ അത്ര നീളമുള്ള പടവ് വരാറുണ്ട് തന്നെ. അത്ര നീളം അങ്ങനെ ഇങ്ങോട്ട് പണിയാറുണ്ട്. കാര്യമൊക്കെ വളരെ കുറവല്ലാണ്. കാര്യം ഉണ്ടായിരുന്നത് നമ്മുടെ കൈക്ക് തപ്പി കിട്ടിയാനായിട്ട്. കാര്യം അപ്പൻ്റെ കയ്യിൽ ഒരു കാര്യം മുട്ടി അല്ലേ അപ്പം? ഒരു കാര്യം അപ്പൻ്റെ കയ്യാൻ മുട്ടി, അതാ മുട്ടി. ഇത് ഈ നേരെ എടുക്കണം. ആ തെങ്ങിൻ്റെ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് ചവറെടുക്കണം. അപ്പം അത്രയും ചവറ് നമ്മൾ മാറ്റിയിട്ട് അവിടെ നിന്ന് തപ്പി നോക്കണം. അപ്പം ആ ഭാഗത്ത് എന്ത് വീണ്ടെങ്കിലും ഇങ്ങോട്ട് നമ്മൾ ഉള്ളുമ്പലയുടെ അങ്ങോട്ട് മാറും. നമ്മളെല്ലാ ദിവസവും ഇതേ കണക്ക് തന്നെ നമ്മൾ ചവറിന് പണിയുന്നത് എല്ലാ ദിവസവും. അതും ഒരു മാറ്റമില്ല. ഇന്നിപ്പോൾ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ, ആ ഉള്ളുമ്പല വിട്ട് അങ്ങത്തെ ആ വാഴ വരെയാണ് നമ്മൾ ഇന്ന് പണിതത്. അപ്പം ഈ തോട്ടിൽ വരെ ഇപ്പം സാധാരണ തോട്ടിൽ കാരി ചേർമീൻ വരാൻ നമുക്ക് മീൻ കണ്ട് ഇപ്പോഴും മീനിൻ്റെ ഗതി അറിയാൻ പറ്റത്തില്ല. ഇനി ഒരു ഒതുക്കട കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ചേറുമീൻ അപ്പൻ്റെ കാലം മുട്ടിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഇത്ര നീളം പണിതിട്ടും മീനില്ലാഴിയാണ് നമ്മുടെ തോട്ടിലും ആറ്റിലൊക്കെ. ആറ്റും കൊഞ്ചുണ്ട്, കൊഞ്ച് വീശുകാർക്കാണ് ഉള്ളത്. മറ്റേ നമുക്ക് ഇതേക്കണത്തെ ചവറിൻ്റെ അകത്തോട്ട് കൊഞ്ച് തങ്ങി നിൽക്കുന്നില്ല. നമ്മളതാ ഈ പുളുങ്ങുന്ന് പള്ളിയുടെ ഓപ്പോസിറ്റ് പോയി വെച്ചിട്ടും നമുക്ക് മൊത്തവും ഇതേ കണക്ക് തന്നെ കടകിൽ പണിതിട്ട് നമുക്ക് കിട്ടിയ മൊത്തം 3-4 കൊഞ്ചാണ് കിട്ടിയത്. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ അതെല്ലാം പറഞ്ഞു. ആണോ? ഇല്ല, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇല്ല അതിൻ്റെ ചൂടെടുത്ത് തരാം. ആ അതിൽ നമ്മൾ പറഞ്ഞ ചെമ്പല്ലി മീനല്ല, ചെമ്പല്ലി ഇപ്പോഴാണെങ്കിൽ കിടന്നു. നമ്മളെ ഇപ്പം പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ തടവലെല്ലാം കഴുകി വെച്ച് കേട്ടെ. നമ്മളെ ഉള്ളും വരെ കറക്കി നിർത്തിയിരിക്കുക.
നമ്മൾ ഒരു മത്സ്യത്തൊഴിലാളിയാണ് കേട്ടോ. കുട്ടനാട് മേഖലയിലൊക്കെ മീൻ വിറ്റുകൊണ്ട് നടന്നതാണ് നമ്മളെ കടപ്പുറം കൊച്ചു വള്ളത്ത് അല്ലേ. അതെ. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഇപ്പം നിർത്തി, പരിപാടിക്ക് പോയില്ല. അപ്പോൾ അച്ഛനൊക്കെ അറിയാം, നമ്മളൊക്കെ ഇവിടുന്ന് കിൻഡലൊക്കെ മീൻ പിടിച്ചിട്ടുള്ളൂ അല്ലേ. മീൻ പിടിച്ച പോയിട്ടുള്ളപ്പോൾ ഞാൻ പക്ഷെ ഒന്നും പറ്റത്തില്ല, നിങ്ങൾ പിടിച്ചോട്ടെ. അല്ല ഇപ്പം മീൻ വളരെ കുറവല്ല നമ്മുടെ തോടുകളിൽ. മറ്റുള്ളവർ വന്ന് പറയാൻ വരുമ്പോഴത്തേക്ക് പറയുമ്പോൾ ഞാൻ പറയേ അവർ ജീവിക്കാൻ പറ്റുന്നവരാ, അവർ പിടിക്കരുത് പറയും. നമ്മൾ സാധാരണ ഈ തോട്ടിലൊക്കെ വന്ന് ഒരു വല വെക്കാൻ നേരത്ത് പുറത്ത് കാരിയൊക്കെ കിടന്ന് മറിക്കും. അത് എവിടെയാണെങ്കിലും മീനുള്ളത് ഇത് കണ്ട്, ഇത് പുറത്തൊന്നും ഒന്നുമില്ല, കുറേ വയമ്പും കുഞ്ഞ് കിടന്ന് കളിക്കുന്നതല്ലാതെ ഒന്നും കണ്ടില്ല. നമ്മളെ വലയുടെ പുറത്തില്ല അവിടെയായിട്ടൊരു സിലോപ്പി, ഒരുമാതിരി വലിയൊരു സിലോപ്പി പൊങ്ങി വന്നായിരുന്നു കേട്ടോ. ഈ വെള്ളം അഴുക്കായതിൻ്റെ വല്ലതും കൊണ്ട് മീൻ മാറിയ, എന്നാലും വരാലും കാര്യമൊന്നും മാറത്തില്ല അല്ലേ അണ്ണാ. നമുക്കിനി അത്രയും പോഷമുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഒരു പീസും കൂടെ ഇറക്കാൻ വെച്ചു ഇത് സൈഡിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ വലയില പരിപാടി കഴിയും. പക്ഷേ വലയില പരിപാടി കഴിയുന്നതായിട്ട് മീൻ വളരെ കുറവ് കാണിക്കുന്നു. എന്നാൽ ഇന്ന് എത്രയാണ് ഡേറ്റ്? ഈ 3-4 ദിവസമുണ്ട് തിരുവോണത്തിൽ. മുറിച്ചിട്ടിരിക്കുകയാണോ അപ്പോൾ ഇത്? ഇവിടെ കാര്യം എന്താണ്ട് ഓർമ്മ ചെമ്പല്ലാണ് കണ്ടാലോ. എവിടെയാ ഇവിടെ ഈ ഭാഗത്ത് ചെമ്പല്യ. ആ ഇത് വലിയ ചെമ്പല്യാണല്ലോ അപ്പോൾ. ഹെവി ചെമ്പല്ലാണ്. നമ്മളെയല്ല ആ വലയുടെ പുറകിൽ നുരി വീഴുന്നില്ല. അപ്പം കണ്ട ആ ഒറ്റപ്പോള നിൽക്കുന്നത് അത് ചേറുമീനാണ് തോന്നുന്നു കേട്ടോ. എന്താ അവിടെ നുരി വീഴുന്നു. നമ്മളെ അണ്ണൻ നമുക്ക് വലയെല്ലാം പിടിച്ച് അപ്പാ ആ പോള ഇങ്ങോട്ട് നമ്മളൊരു മുറി എടുക്കുക കേട്ടോ. അത് ഇവിടെ ചെറിയ വരാക്കണ്ട, അതാ വാളച്ചാത്തി. അപ്പം നേരത്തെ ചാടിപ്പോ ചാത്തിയാന്ന് പറഞ്ഞിട്ട് ചെറിയാൻ പറഞ്ഞ് വരാലാന്ന് പറഞ്ഞു. കീറി നിൽക്കാനായിട്ടൊരു സംവിധാനം ഇല്ലല്ലോ ചെറുക്കാൻ. എവിടെയായിരുന്നു അണ്ണ ഒരു ഇതുള്ളായിരുന്നു, ഒരു കുറ്റി ആ ഇത് വിട്ടേക്ക്. അന്നെന്ത് ഈ വല അടുത്ത് തന്നെ അതവിടെ ഇതെടുത്തിട്ടത് വരാക്കുഞ്ഞ് ചെറിയാനെ കൊമ്പൻ കുഞ്ഞ് വാള ഒന്ന് പോകാനൊരു താല്പര്യവും ഇല്ല. എന്നാപ്പ അതിൻ്റെ അത് ഒരു ചെമ്പല്ലി കാണുമല്ലോ. ഇത് ഇവിടെ കണ്ടൊരു ചെമ്പല്ലി തന്നെ പൊടിയില്ല. അതേ ഇവിടെ അന്ന് പൊക്കി പോയി. ചെറിയ ഒരു മുറി മുറിച്ചിട്ട് 2 ചെമ്പല്ലി ഉണ്ട്. 2 ചെമ്പല്ലി എന്തോ
ലാസ്റ്റ് നമ്മളെ മൂലവല എടുക്കുന്നുണ്ട് ഒന്ന് വരക്കണം. ഇത് പടപ്പ് ദേ ഈ പടപ്പായിരുന്നു. ഒരു ചേറുമീൻ പടപ്പ് അത് അവിടെ വെച്ച് പോലും അത് തോട്ടം കൂടിയാണ് ഇവിടെ വന്നത്. ഒരു എമ്പൻ്റെയും ഒരു പടപ്പും കുഞ്ഞുമുണ്ട്. ഈ ഒരു മീനാണ്, മീനെന്ന് പറയാൻ പറ്റത്തില്ല. പടപ്പ് വാളച്ചാത്തി. അത് വിട്ടാ വെച്ചാ പൊക്കുപിടി പൊക്കുപിടി. ആ ഈ വല ഒന്നെടുത്ത വാളയാണോ കളയാ? ഒന്ന് കാണിക്കാൻ പോലും പറ്റിയില്ല. വിട്ടോ 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 അച്ഛൻ വിട്ടോ. ആ ഇനി അങ്ങോട്ടോ മാറ്റിയേക്ക്. ചെറിയാനെ ഇത് എന്നാ ചെമ്പല്ലാന്ന് നോക്കി, വലിയ ഹെവി ചെമ്പല്ല. എന്ത് അതെ ആ കാലം എങ്ങനെയാന്ന് വെച്ചാൽ ആ കാലം മേടിച്ച് അങ്ങോട്ട് വെച്ചാൽ കുഞ്ഞും കഴിച്ചു അല്ലേ? അങ്ങനെ പൊക്കി പിടിച്ചാണോ ഒന്ന് കാണാവുന്ന രീതി. നമ്മളെ ഈ കണ്ട പണിയെല്ലാം അച്ഛാ ആ വലയൊന്നും ഇറക്കിവിട്ടെ. ഈ കണ്ട പണിയെല്ലാം പറഞ്ഞിട്ട് ഒന്നുമില്ല. നമ്മൾ അച്ഛാ എല്ലാ ദിവസവും ഇത് തന്നെ അച്ഛാ പരിപാടി. അല്ലെങ്കിൽ നമ്മുടെ ഈ ഓണത്തിൻ്റെ ടൈം ആകുമ്പോൾ ഇങ്ങനെയുള്ള, പക്ഷെ നമ്മളിനിയിപ്പം ദിവസങ്ങളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മീനൊന്നും കിട്ടത്തില്ല. അതെ 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 അച്ഛൻ ഇതാണ്. ഇത് തൂളിക്കുഞ്ഞാണല്ലോ, തൂളിക്കുഞ്ഞ്. ആ ഇനിയിപ്പം വല ഇപ്പം നമുക്ക് ഇനി അക്കരെ കൊണ്ട് കഴുകാണ്ട്. ഒരു വല നമ്മൾ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇപ്പം ഇവിടെ എങ്ങനെ കാണിക്കും? അങ്ങ് ദൂരം അത്രയും ദൂരത്തുനിന്ന് വെച്ചത്. നിങ്ങളും പണി കണ്ടുകൊണ്ടിരുന്നല്ലോ. നമ്മുടെ പണിയൊന്നും നിങ്ങൾ കണ്ടില്ല, കാരണം ക്യാമറ എടുക്കാൻ കാര്യമില്ലാത്ത കാരണം നമ്മളെ കട്ടപ്പാടൊന്നും നിങ്ങൾ ചിലപ്പം കണ്ടു കാണത്തില്ല. നമ്മൾ അങ്ങ് ദൂരത്തുനിന്നാണ് വരുന്നത്. ഇപ്പോൾ ഒരു ആയിട്ടോ ഇങ്ങനെ കിട്ടും. നമ്മളൊരു 100 മീറ്റർ കുറഞ്ഞ ഒരു 80 മീറ്റർ ദൂരത്തു നിന്നാണ് നമ്മൾ പണിത് വരുന്നത്. എന്നിട്ട് ഒരു രക്ഷയില്ല. ആ പാടം ഒരു പടപ്പാവുള്ളത്. അത് അവിടെ വെച്ച് മുട്ടിയ പടപ്പായി. ഓടി 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 വേറെ ഉണ്ടെന്നുള്ള വിചാരവും എന്നാ ചെറിയ ഒരെണ്ണം അവിടെ മുട്ടിയപ്പം വേറെ ഉണ്ടെന്നുള്ള വിചാരവും. ഓ ആ ഇപ്പം നമ്മൾ ആ കണ്ട ഒരെണ്ണമേ അങ്ങേ അറ്റത്തുനിന്ന് മുട്ടിയതാ. മുട്ടിയ സാധനം ഇണ പോയി. നമ്മളെ ഇടയ്ക്ക് പറഞ്ഞില്ല, നമുക്കറിയാം മീനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കൈ കൊണ്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ മേത്ത് മുട്ടി പോകണം. പിന്നെ ഒരു വല വെച്ചാൽ മേത്ത് മുട്ടി പോയാലും നമുക്ക് അറിയാൻ പറ്റും വല മീനുണ്ടെങ്കിൽ. ഇത് നമുക്ക് ആദ്യമേ മനസ്സിലായി. നമ്മൾ കുറച്ച് നീളം ഇങ്ങോട്ട് പണിത് വന്നപ്പോഴേ നമുക്ക് മനസ്സിലായി മീനില്ല. ഞങ്ങൾ പണിത് ദൂരമൊന്നും വേണ്ട. അപ്പം നമ്മളെ ശരിയാണ്. ഇത് ഇന്ന് ഇയാൾക്ക് വിഷമമല്ല, ഞങ്ങളിത് മാസങ്ങളായിട്ട് 2-3 മാസമായിട്ട് ഇത് തന്നെ കളി. ഒരു മീനും ഇല്ലെന്ന്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത്ര നേരം കഷ്ടപ്പെട്ടു.
എടോ അതാ പറഞ്ഞ ഒരുപാട് വേണ്ട, ഞങ്ങൾക്കൊരു 1000 രൂപ കാശിൻ്റെ പരിപാടി. ആ ഇന്നലെ 500 രൂപ പെട്രോളും കത്തിച്ചുകൊണ്ട് പോയിട്ട് 1000 രൂപയുടെ തയ്ച്ച മീനില്ല. ഇന്നലെ എന്നാ ഉണ്ടാണ് 650 രൂപയുടെ മീനല്ല, 650 രൂപയുടെ മീൻ ഇന്നലെ ഉള്ളത്. ഇന്നിപ്പോൾ എന്ന് പറയാൻ നേരത്ത് വണ്ടിക്ക് 100 രൂപ പെട്രോൾ അടിച്ചെന്നേ ഉള്ളൂ. ആ ശരിയാണ്. ഇതിൽ നല്ല എന്തിനു പോണേ? തൊഴിലുറപ്പ് ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും. ആ നല്ലത്. നമ്മുടെ മീൻ എടുത്തോണ്ടിരുന്ന മുതലാളിയാ നമ്മളെ തന്നെ കളിയാക്കും. ഇതിലേ നല്ലത് തൊഴിലുറപ്പ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് ഞാൻ പറയും. ഇന്നത്തെ ഒരവസ്ഥ, ഇന്നത്തെ അവസ്ഥയല്ലേ ഞാൻ കാണുന്നുള്ളൂ. ആ രാവിലെ തൊട്ട് ഇത്ര നേരം കിടന്ന് കട്ടപ്പെട്ടിട്ട് ഒരു ഏറ് മീൻ പടക്കും 2 മണി പറഞ്ഞ കണക്ക് നമ്മുടെ മീൻ. ആ മീനും കൂടെ കാണിക്കും. സത്യം പറഞ്ഞാലേ നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകണ ടൈമാണ് ഇതൊക്കെ കേട്ടോ. മാനസികമായിട്ട് തകർന്നു പോകുന്ന പറഞ്ഞാൽ നമ്മൾ ചില്ലറ ദൂരമൊന്നുമല്ല, അതേ കണക്ക് നമ്മൾ പണിത് ദിങ്ങില്ല അവിടം വരെ പണിത്. നമ്മൾ ഈ ഒരു ദിവസം കിട്ടിയില്ല, 2 ദിവസം കിട്ടിയില്ല, നമുക്ക് വീട്ടിലെ കാര്യം എല്ലാം മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിപ്പം തുടർച്ചയായിട്ട് കുറേ കാലമായിട്ട് ഇത് തന്നെ വേണ്ട. ഒരു എവിടെ വെച്ചപ്പോഴാണ്, എവിടെ ഒരു ദിവസം പോയപ്പോൾ ഒരു 10,000-4,000 രൂപയുടെ മീൻ കിട്ടിയല്ല. പിന്നെ ഇങ്ങോട്ട് പണി പുളിവല്ലാതെ വേറെ അല്ലാതെ നമ്മൾ പണിയാഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ പണി സാധാരണ എന്ന് പറയുമ്പം നമുക്കിത് ഈ പോസ്റ്റിൻ്റെ അവിടെ ഇത് ഇത്ര ഉള്ളൊരു ചവറ് വെച്ചാൽ മതി. ഇതിപ്പം നമ്മൾ ഇരട്ടിയുടെ ഇരട്ടി ദൂരം വെച്ച് പണിതത്, എന്നിട്ടും ഒരു രക്ഷയില്ല. ഇനിയിപ്പം അതിൻ്റെ കാര്യമില്ല. ഇനിയിപ്പം മലയെല്ലാം നമ്മളത് കുടഞ്ഞ് വെച്ച് ഇനിയിപ്പം മലയെല്ലാം കയറ്റി ഇനിയിപ്പം വിട്ടേക്കുക. ഞങ്ങളിത് ആ കൈനേരി സൊസൈറ്റി ഇല്ലടാ, ആ സൊസൈറ്റിയുടെ അവിടെ ആ തോട്ടിപ്പോയി ഒരു 100 മീറ്റർ നീളം പണിതാണ്. ഇല്ല ഇത് തന്നെ 100 മീറ്റർ മേളിൽ പണിതാണ്. നമ്മൾ പറയുമ്പോൾ ചേർമീൻ, പുളപ്പ്, കാരി, ചെമ്പല്ലി ഇതാകുമ്പോൾ ഒരു പാല വെച്ച് കിട്ടിയ മീനാണ്. അടുത്ത 1 കിലോ കൂട്ടിയാൽ മതി. 1 കിലോ കൂട്ടിയാൽ മതിയല്ലോ. ഇത് ആർക്ക് കൊടുക്കാനായിട്ടാ? 1 കിലോ കൂട്ടിയാൽ മതി. ഇത് ആർക്ക് കൊണ്ട് കൊടുക്കുന്നു? എല്ലാം കൂടെ എന്നാന്നില്ല അവൻ ചോദിച്ചേട്ടാ, അവന് വില പറഞ്ഞു. എന്നാ കൊടുത്തേക്കട്ടെ. അത് അച്ഛൻ കൊടുക്കാതിരിക്കുക. അത് അച്ഛൻ എന്നാന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ചെമ്പല്ലി അവൻ കൊണ്ടുപോയി കേട്ടോ. അവൻ അച്ഛൻ്റെ വില പറഞ്ഞ് അവൻ മേടിച്ചു. നീ ചെത്താൻ വെച്ച് പോന്നോ? ആ കെത്ത് ആ ഓക്കെ.